ഇത്രയും നല്ലൊരു വ്യൂ ഒക്കെ എൻ്റെ അടുത്തുണ്ട് എന്നറിയുമ്പോൾ ഞാനത് എങ്ങനെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒട്ടും മിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാനും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കുറച്ച് സാധനം കൂടി കയ്യിൽ കരുതാമല്ലേ. ഞാൻ അങ്ങനെ പൊതുവേ മധുരം കഴിക്കുന്ന ആളല്ല, പക്ഷേ എന്നാലും ഇതുപോലൊരു സ്ഥലത്തൊക്കെ പോയിരിക്കുമ്പോൾ കുറേശ്ശെ മധുരം കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് B11 ആണ്. ഇവിടുത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടുത്തെ ചോക്ലേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അവർക്ക് തന്നെ ഫാക്ടറി ഉള്ള കാരണം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാറില്ല. അങ്ങനെ ഞാനും വാങ്ങിയ ഒരു സ്ട്രോബെറി കുനാഫ, അതും കൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ വണ്ടറായിപ്പോയി. കാരണം എനിക്ക് ഈ ചോക്ലേറ്റ് എൻജോയ് ചെയ്യണോ അതേ ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യണോ എന്ന് അറിയാൻ വയ്യാണ്ടായിപ്പോയി. എന്ത് ഭംഗിയിലല്ലേ ഓരോന്നും ചെയ്ത് വെച്ചേക്കുന്നത്. സത്യം പറയാലോ, ആ ഇരിക്കുന്ന ഓരോ പനകളിൽ പോലും, ആ ഓരോ ഈന്തപ്പനകളിൽ പോലും, ആ ഒരു സ്ട്രക്ചറിൽ പോലും ഇവിടുത്തെ അതോറിറ്റിയുടെ ഒരു കൈയുണ്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നവർ, ഫാമിലീസ്, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേര് വന്നിരുന്ന ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോരോ ജീവിതങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയേ. ഇത്രയും അടിപൊളി ഒരു വ്യൂ ഷാർജയിൽ വന്നതിന് ശേഷം എന്നല്ല എൻ്റെ എൻ്റയർ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാനിനി എത്രയൊക്കെ എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. ഇത് നൈറ്റ് കാണുമ്പോഴാണ് ഈ ഒരു ഭംഗി ഉണ്ടാവുക. പകൽ ഇതിന് വേറൊരു മുഖമായിരിക്കും. പക്ഷേ പകൽ ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നൈറ്റ് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു ഷാർജ, ദുബായ് പരിസരത്തുള്ള ആരും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് വരുന്നുണ്ടാവും, ഒരുപാട് പേരുടെ റീൽസിലും അവരുടെ സ്റ്റോറീസിലും ഒക്കെ ഞാൻ ഈ പ്ലേസ് കാണാറുമുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു ഭംഗിയാണെന്നറിയാവോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ്. ഞാൻ ഒരുപാട് നേരം അങ്ങനെ നോക്കി നിന്നു. പിന്നെ ഈ വ്യൂ എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്ന ആളല്ല, എന്നാലും ഞാൻ ഈ ചോക്ലേറ്റും കഴിച്ചു. എന്നിട്ട് ഞാൻ പതിയെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.